വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് പ്യൂരിറ്റൻ ഇംഗ്ലണ്ട്, പ്യൂരിറ്റനിസം ആൻഡ് ലിറ്ററേച്ചർ, റിസ്റ്റോറേഷൻ, ഈ ഒരു ടോപ്പിക്സൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. 16th സെഞ്ച്വറിയിലെയും 17th സെഞ്ച്വറിയിലെയും ഇംഗ്ലണ്ടിലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിലീജിയസ് ഗ്രൂപ്പാണ് പ്യൂരിറ്റൻസ് എന്നുള്ളത്. ആ ഒരു പ്യൂരിറ്റൻസ് സീക്ക് ചെയ്യുന്നുള്ളത് ടു പ്യൂരിഫൈ ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഫ്രം വാട്ട് ദേ കൺസിഡേർഡ് റോമൻ കത്തോലിക് റെമനൻസ്. ഈ ഒരു മൂവ്മെൻറ്റ് എന്നുള്ളത് റൂട്ടഡ് ഇൻ കാൽവിനിസ്റ്റ് തിയോളജി എയിം ചെയ്യുന്നുള്ളത് ഫോർ ഗ്രേറ്റർ ബൈബ്ലിക്കൽ പ്യൂരിറ്റി ഇൻ വേർഷിപ്പ്, ഡോക്ട്രിൻ ആൻഡ് പേഴ്സണൽ ലൈഫ്. പ്യൂരിറ്റൻസ് എന്നുള്ളത് ഇംഗ്ലീഷ് സിവിൽ വാറിൽ ഒരു കീ റോളാണ് പ്ലേ ചെയ്യുന്നുള്ളത്, ഇൻഫ്ലുവൻസിങ് ദ ഫോർമേഷൻ ഓഫ് ദ കോമൺവെൽത്ത് ആൻഡ് ലാറ്റർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടു ദ ഫൗണ്ടിങ് ഓഫ് കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക സച്ച് എസ് ന്യൂ ഇംഗ്ലണ്ട്. സീക്ക് ചെയ്യുന്നുണ്ട് ടു എസ്റ്റാബ്ലിഷ് എ സൊസൈറ്റി ബേസ്ഡ് ഓൺ ദ റിലീജിയസ് ഐഡിയൽസ്. ഇനി ഇംഗ്ലീഷ് ഹിസ്റ്ററിയിലെ പ്യൂരിറ്റനിസത്തിൻ്റെ കീ ആസ്പെക്ട്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട്. പ്യൂരിറ്റൻസ് ബിലീവ് ചെയ്യുന്നുള്ളത് എന്താണ്? ദ ഇംഗ്ലീഷ് റിഫോർമേഷൻ എന്നുള്ളത് ഹാഡ് നോട്ട് ഗോൺ ഫോർ ഇനഫ് ആൻഡ് ദാറ്റ് ദ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് റീറ്റൈൻഡ് ടു മച്ച് കത്തോലിക് പ്രാക്ടീസസ്. ഇനി റിലീജിയസ് റിഫോം അവർ അന്വേഷിക്കുന്നുള്ളത് ടു സിംപ്ലിഫൈ വേർഷിപ്പ്, അതുപോലെ തന്നെ എലാബറേറ്റ് റിച്വൽസ് എലിമിനേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ പ്രീച്ചിങ്ങിനും പേഴ്സണൽ പീറ്റിക്കൊക്കെ പ്രിയോറിറ്റി നൽകാനൊക്കെയാണ് അവർ ശ്രമിക്കുന്നുള്ളത്. ഇനി പൊളിറ്റിക്സിലുള്ള ഇൻഫ്ലുവൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ പ്യൂരിറ്റൻസ് ബിലീവ് ചെയ്യുന്നുള്ളത് എന്താണ്? ബിലീവ്സ് ആൻഡ് വാല്യൂസ് ഇൻഫ്ലുവൻസ്ഡ് പൊളിറ്റിക്കൽ തോട്ട്, ലീഡ് ചെയ്യുന്നുണ്ട് ടു കോൺഫ്ലിക്ട്സ് വിത്ത് ദ മൊണാർക്കി, പെർട്ടിക്കുലർലി ഡ്യൂറിങ് ദ റെയിൻസ് ഓഫ് ചാൾസ് ഫസ്റ്റ് ആൻഡ് ജെയിംസ് ഫസ്റ്റ്. ചാൾസ് ഫസ്റ്റിൻ്റെയും ജെയിംസ് ഫസ്റ്റിൻ്റെയും ഭരണകാലത്താണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു മൊണാർക്കി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിന് വേണ്ടിയിട്ട് ലീഡ് ചെയ്യുന്നുള്ളത്. ദ ഇംഗ്ലീഷ് സിവിൽ വാർ. പ്യൂരിറ്റൻ ഫാക്ഷൻസ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇൻഡിപെൻഡൻസ് ആൻഡ് പ്രിസ്ബൈറ്ററിയൻസ്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാർലമെൻറ്റ് എഗെയിൻസ്റ്റ് ദ മൊണാർക്കി, അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടു ദ ഔട്ട് ബ്രേക്ക് ആൻഡ് കോസ് ഓഫ് ദ വാർ. ദ കോമൺവെൽത്ത്. പ്യൂരിറ്റൻസ് എന്നുള്ളത് പെർട്ടിക്കുലർലി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഒലിവർ ക്രോംവെൽ പ്ലേ ചെയ്യുന്നുണ്ട് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഗവേണൻസ് ഓഫ് ദ ഇംഗ്ലീഷ് കോമൺവെൽത്ത്. ഈ ഒരു ഗവേണൻസ് ഓഫ് ദ ഇംഗ്ലീഷ് കോമൺവെൽത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ സിഗ്നിഫിക്കൻറ്റ് റോൾ വഹിക്കുന്നുള്ളത് ഒലിവർ ക്രോംവെലിൻ്റെ ലീഡർഷിപ്പിലൂടെയാണ്. ന്യൂ ഇംഗ്ലണ്ട് കോളനീസ്. പ്യൂരിറ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? റിലീജിയസ് പെർസിക്യൂഷൻ ഫേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ടു നോർത്ത് അമേരിക്ക ആൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് കോളനീസ് ലൈക്ക് പ്ലൈമൗത്ത് ആൻഡ് മസാച്യുസെറ്റ്സ് ബേ. അതുപോലെ തന്നെ എയിം ചെയ്യുന്നത് ടു ക്രിയേറ്റ് എ സൊസൈറ്റി ബേസ്ഡ് ഓൺ ദ റിലീജിയസ് പ്രിൻസിപ്പൾസ്. ലീഗസി. പ്യൂരിറ്റൻസ് ബിലീവ് ചെയ്യുന്നുള്ളത് ആൻഡ് പ്രാക്ടീസസ് ഹാഡ് എ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അമേരിക്കൻ കൾച്ചർ ആൻഡ് സൊസൈറ്റി. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് വാല്യൂസ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്യൂരിറ്റനിസം എന്നുള്ളത് ഇംഗ്ലണ്ടിൽ 17th സെഞ്ച്വറിയിലും 19th സെഞ്ച്വറിയിലും ഉണ്ടായിട്ടുള്ള റിലീജിയസ് ആൻഡ് കൾച്ചറൽ മൂവ്മെൻ്റ് ആണ്. സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ലിറ്ററേച്ചറിനെ. അതുപോലെ തന്നെ ഇറ്റ്സ് ഓട്ട് ടു പ്യൂരിഫൈ ദ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഫ്രം കത്തോലിക് ഇൻഫ്ലുവൻസസ് ആൻഡ് ദിസ് റിഫോം മൂവ്മെൻറ്റ് ഓൾസോ ഡീപ്ലി ഇമ്പാക്റ്റഡ് ഹൗ റൈറ്റേഴ്സ് അപ്രോച്ച്ഡ് ദെയർ ക്രാഫ്റ്റ്, making religious themes and a focus on moral and religious instruction central to their works. അതുപോലെ തന്നെ പ്യൂരിറ്റൻസ് ഇൻഫ്ലുവൻസ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള പ്യൂരിറ്റൻസ് ഇൻഫ്ലുവൻസിൻ്റെ കീ ആസ്പെക്ട്സ് എടുത്തു നോക്കുകയാണെങ്കിൽ റിലീജിയസ് തീംസ്. പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്നുള്ളത് വാസ് ഹെവിലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ബൈ റിലീജിയസ് ബിലീവ്സ് വിത്ത് ഓതേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് തീംസ് ഓഫ് ഫെയ്ത്ത്, സാൽവേഷൻ, സിൻ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് ഗോഡ്. മോറൽ ഇൻസ്ട്രക്ഷൻ. പ്യൂരിറ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? വ്യൂഡ് ലിറ്ററേച്ചർ ആസ് എ ടൂൾ ഫോർ മോറൽ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ. മോറൽ അതുപോലെ തന്നെ റിലീജിയസ് എഡ്യൂക്കേഷൻ്റെ ഒരു ടൂളായിട്ടാണ് പ്യൂരിറ്റൻസിനെ ലിറ്ററേച്ചർ കാണുന്നുള്ളത്. അതുപോലെ തന്നെ എയിം എന്നുള്ളത് ടു ഇൻസ്ട്രക്ട് ആൻഡ് ഗൈഡ് റീഡേഴ്സ് ടുവേർഡ്സ് എ മോർ റൈറ്റേഴ്സ് ലൈഫ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്.
പ്യൂരിറ്റൻ ഓതേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് സ്റ്റൈൽ, അലോ ചെയ്യുന്നുണ്ട് ദം ടു കൺവേ ദർ പേഴ്സണൽ തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ്. അതുപോലെ തന്നെ മേക്കിംഗ് ദ റൈറ്റിംഗ്സ് മോർ ആക്സസിബിൾ ആൻഡ് റിലേറ്റബിൾ. പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്നുള്ള പലപ്പോഴും ഫേവേർഡ് പ്ലെയിൻ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് റൈറ്റിംഗ് സ്റ്റൈൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ പ്യൂരിറ്റൻസ് ഡിസയർ ഫോർ സിംപ്ലിസിറ്റി ആൻഡ് ഡയറക്ട്നെസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഇൻക്ലൂഡിങ് റൈറ്റിംഗ്. നോട്ടബിൾ ഓതേഴ്സ് എന്നുള്ളത് prominent Puritan writers include ചെയ്യുന്നുണ്ട് ജോൺ മിൽട്ടൺ, നോൺ ഫോർ പാരഡൈസ് ലോസ്റ്റ്, ജോൺ ബുനിയൻ, ഓതർ ഓഫ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ്, അന്ന ബ്രാഡ്സ്ട്രീറ്റ് ആൻഡ് എഡ്വേർഡ് ടൈലർ, ഓൾ ഓഫ് വൂം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് റിലീജിയസ് തീംസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്യൂരിറ്റൻ ലിറ്ററേച്ചർ. പ്യൂരിറ്റൻ ഏജ് എന്നുള്ളത് 1620 മുതൽ 1660 വരെയാണ്. ഈ ഒരു പീരീഡ് എന്നുള്ളത് ഏജ് ഓഫ് മിൽട്ടൺ എന്നാണ് അറിയപ്പെടുന്നുള്ളത്. ക്യാരക്ടറൈസ്ഡ് ബൈ സ്ട്രോങ് റിലീജിയസ് ഫെർവർ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ഗ്രീറ്റ്ലി ഷേപ്പിംഗ് ദ ലിറ്റററി ലാൻഡ്സ്കേപ്പ് ഓഫ് ദ ടൈം. പ്രിൻറ്റിംഗ് പ്രസ് ആൻഡ് പ്യൂരിറ്റനിസം. പ്രിൻറ്റിംഗ് പ്രസ് എന്നുള്ളത് പ്യൂരിറ്റൻ ഐഡിയ സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ക്രൂഷ്യൽ റോളാണ് പ്ലേ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ റിലീജിയസ് വർക്ക്സ് സ്പ്രെഡ് ചെയ്യുന്ന കാര്യത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രൂഷ്യൽ റോളാണ് പ്ലേ ചെയ്യുന്നുള്ളത്. ഫെർദർ സോൾഡിഫൈയിങ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്യൂരിറ്റനിസം ഓൺ ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി. ഇനി പ്യൂരിറ്റൻ ലിറ്ററേച്ചറിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജോൺ മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ്. ഈ ഒരു പാരഡൈസ് ലോസ്റ്റ് എന്നുള്ളത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഒരു ഫൗണ്ടേഷണൽ വർക്ക് ആയിരുന്നു. എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ ബൈബിളിക്കൽ സ്റ്റോറി ഓഫ് ആദം ആൻഡ് ഈവ്സ് ഫാൾ ഫ്രം ഗ്രേസ് ആൻഡ് ദ എൻസൂയിങ് സ്ട്രഗിൾ ഫോർ സാൽവേഷൻ. അവരുടെ സാൽവേഷന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസും അതുപോലെ തന്നെ അവർ ഗ്രേസിൽ ഫാൾ ചെയ്യുന്ന ആ ഒരു കാര്യം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഈ ഒരു പാരഡൈസ് ലോസ്റ്റ് എന്ന വർക്കിലൂടെ. ജോൺ ബുനിയൻ്റെ ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എടുത്തു നോക്കുകയാണെങ്കിൽ ആൻ അലിഗറി ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് മാൻസ് ജേണി ടു ദ സെലസ്റ്റിയൽ സിറ്റി, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ദ സ്ട്രഗിൾസ് ആൻഡ് ട്രിയൽസ് ഓഫ് ദ സ്പിരിച്വൽ ലൈഫ്. അന്നെ ബ്രാഡ്സ്ട്രീറ്റ്സ് പോയട്രി, ആ ഒരു പോയം എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് തീംസ് ഓഫ് ഫെയ്ത്ത്, ഫാമിലി ആൻഡ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ലിവിങ് ആസ് എ വുമൺ ഇൻ എ പ്യൂരിറ്റൻ സൊസൈറ്റി. പ്യൂരിറ്റൻ സൊസൈറ്റിയിൽ ജീവിക്കുന്നുള്ള ഒരു സ്ത്രീയുടെ കോംപ്ലക്സിറ്റീസൊക്കെ ഈ ഒരു വർക്കിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എഡ്വേർഡ് ടൈലേഴ്സ് പോയട്രി. ടൈലേഴ്സ് പോയട്രി എന്നുള്ളത് പലപ്പോഴും ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് ഇൻ്റലക്ച്വൽ ഡെപ്ത് ആൻഡ് എക്സ്പ്ലോറേഷൻ ഓഫ് തിയോളജിക്കൽ കൺസെപ്റ്റ്സ്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻസൈറ്റ്സ് ഇൻ ടു പ്യൂരിറ്റൻ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. ഇനി അമേരിക്കൻ ലിറ്ററേച്ചറിലുള്ള ഇമ്പാക്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ Puritanism എന്നുള്ളത് also had a profound impact on the development of American literature, with many early American writers എന്ത് ചെയ്യുന്നുണ്ട്, drawing inspiration from Puritan ideals and beliefs. ഇംഗ്ലീഷ് റിസ്റ്റോറേഷൻ ആരംഭിക്കുന്നുള്ളത് 1660 മാർക്കഡ് ദ റിട്ടേൺ ഓഫ് ദ മൊണാർക്കി ആഫ്റ്റർ എ പീരിയഡ് ഓഫ് റിപ്പബ്ലിക്കൻ റൂൾ ഫോളോയിങ് ദ ഇംഗ്ലീഷ് സിവിൽ വാർ ആൻഡ് ദ എക്സിക്യൂഷൻ ഓഫ് ചാൾസ് ഫസ്റ്റ്. ചാൾസ് സെക്കൻഡ് എന്നുള്ളത് ദ ഫസ്റ്റ് മൊണാർക്ക് ആഫ്റ്റർ ദ റിസ്റ്റോറേഷന് ശേഷം ഫസ്റ്റ് മൊണാർക്ക് എന്നുള്ളത് ചാൾസ് സെക്കൻഡ് ആയിരുന്നു. വാസ് റീസ്റ്റോർഡ് ടു ദ ത്രോൺ ആൻഡ് മാർക്കഡ് ദ എൻഡ് ഓഫ് ദ ഇൻ്ററഗ്നം. ഈ ഒരു ചാൾസ് സെക്കൻഡിൻ്റെ ഭരണം എന്നുള്ളത് ഇൻ്ററഗ്നത്തിൻ്റെ എൻഡായിട്ടാണ് മാർക്ക് ചെയ്യുന്നുള്ളത്. എ പീരിയഡ് ഓഫ് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ലീഡ് ചെയ്യുന്നുള്ളത് ഒലിവർ ക്രോംവെല്ലാണ്. ഈ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ലീഡ് ചെയ്യുന്നുള്ളത് ആരാണ്? ഒലിവർ ക്രോംവെല്ലാണ്. റിസ്റ്റോറേഷൻ പീരിയഡിൽ നമുക്ക് കാണാൻ പറ്റും a return to traditional Anglicanism and a new political settlement was established, leading to the reign of Charles II and later his brother James II. ഇനി റിസ്റ്റോറേഷൻ്റെ കീ ആസ്പെക്ട്സ് എടുത്തു നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓഫ് ദ മൊണാർക്കി. ചാൾസ് സെക്കൻഡ് എന്നുള്ളത് സൺ ഓഫ് ദ എക്സിക്യൂട്ടഡ് ചാൾസ് ഫസ്റ്റ് റിട്ടേൺഡ് ഫ്രം എക്സൈൽ ആൻഡ് വാസ് റീസ്റ്റോർഡ് ടു ദ ത്രോൺ. എൻഡ് ചെയ്യുന്നുണ്ട് ദ പീരിയഡ് ഓഫ് കോമൺവെൽത്ത്. Restoration of the Church of England. The Church of England എന്നുള്ളത് വാസ് reinstated as the national church and religious diversity was curtailed with laws like the
ക്ലാരൻഡൻ കോഡ് ആൻഡ് ദ ആക്ട് ഓഫ് യൂണിഫോമിറ്റി. അതുപോലെ തന്നെ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട് ആംഗ്ലിക്കൻ ഓർത്തഡോക്സി. ഇനി പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ ന്യൂ പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിത്ത് ചാൾസ് സെക്കൻഡ് എഗ്രി ചെയ്യുന്നുണ്ട് ടു റൂൾ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് പാർലമെൻറ്റ്. തോ ഹി ലാറ്റർ ചലഞ്ച് ചെയ്യുന്നുണ്ട് ദിസ് അറേഞ്ച്മെൻറ്റ്. കൾച്ചറൽ ആൻഡ് ആർട്ടിസ്റ്റിക് ചേഞ്ചസ് റിസ്റ്റോറേഷൻ പീരീഡിൽ നമുക്ക് കാണാൻ പറ്റും. റിവൈവൽ ഓഫ് ഡ്രാമ, ലിറ്ററേച്ചർ ആൻഡ് അതർ ആർട്സ് ആസ് വെൽ ആസ് എ ഫ്ലറിഷിംഗ് ഓഫ് കൊളോണിയൽ ട്രേഡ് ആൻഡ് എക്സ്പാൻഷൻ. കൊളോണിയൽ ട്രേഡും അതുപോലെ തന്നെ എക്സ്പാൻഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സമൃദ്ധിപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റിസ്റ്റോറേഷൻ പീരീഡിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? റിവൈവൽ ഓഫ് ഡ്രാമ, ലിറ്ററേച്ചർ ആൻഡ് അതർ ആർട്സ്. റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഡിവിഷൻസ്. റിസ്റ്റോറേഷൻ എന്നുള്ളത് മാർക്ക്ഡ് ബൈ ദ റിട്ടേൺ ഓഫ് ദ മൊണാർക്കി ആൻഡ് എ റിന്യൂവ്ഡ് എംബസൈസ് ഓൺ ആംഗ്ലിക്കനിസം. ബട്ട് ഇറ്റ് ഓൾസോ സേ കണ്ടിന്യൂഡ് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഡിവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ദ റൈസ് ഓഫ് റിലീജിയസ് ഡിസെൻഡേഴ്സ് ആൻഡ് ചലഞ്ചസ് ടു ദ അതോറിറ്റി ഓഫ് ദ ഗ്രോത്ത്. ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിലീജിയസ് ഡിസെൻഡേഴ്സ് റൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൗൺ അതോറിറ്റിനെ വെല്ലുവിളിക്കുന്നുണ്ട്. ഇനി ലാറ്റർ സ്റ്റുവർട്ട് മൊണാക്സ്. ദ ടേം റീസ്റ്റോറേഷൻ എന്നുള്ളത് പലപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ടു റെഫർ ടു എ റൈജിൻ ഓഫ് ബോത്ത് ചാൾസ് സെക്കൻഡ് ആൻഡ് ഹിസ് ബ്രദർ ജെയിംസ് സെക്കൻഡ്. ഇവരുടെ ഈ ഒരു ഭരണകാലം ചാൾസ് സെക്കൻഡിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ജെയിംസ് സെക്കൻഡിൻ്റെയും ഭരണകാലമാണ് റീസ്റ്റോറേഷൻ എന്ന് വിളിക്കപ്പെടുന്നുള്ളത്. ആ ഒരു ടേം അവരുടെ ഭരണകാലത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ അൺടിൽ ജെയിംസ് റിമൂവൽ ഫ്രം ദ ത്രോൺ ഇൻ ദ ഗ്ലോറിയസ് റിവല്യൂഷൻ. 1658 ഗ്ലോറിയസ് റിവല്യൂഷനിലൂടെ ജെയിംസിൻ്റെ ത്രോൺ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് പ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.